നമസ്കാരം. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് അമേരിക്ക ഇറാന് നേർക്ക് ആക്രമണം ആരംഭിച്ചതിന് ശേഷം പല പ്രാവശ്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ തീർത്ത് കളയും എന്ന പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഇത് പലവട്ടം ആവർത്തിച്ചപ്പോഴും പിന്നീട് നമ്മൾ കാണുന്നത് ഇതെങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ചാൽ മതി എന്ന് ധൃതി കാട്ടുന്ന ട്രംപിനെയാണ്. ഇപ്പോഴാകട്ടെ അനിശ്ചിതകാല വെടിനിർത്തലിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിയിരിക്കുന്നത്. ഇതിനുള്ള കാരണങ്ങൾ എന്താണ്? എന്തുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒത്തീർപ്പാക്കിയാൽ മതി എന്ന് അതിയായി ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യത്തിന് മറുപടിയുമായി എത്തുകയാണ് പ്രമുഖ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ്. ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് അമേരിക്കയുടെ കൈവശമുണ്ടായിരുന്ന വലിയൊരു മിസൈൽ ശേഖരം ഇറാനിൽ എരിച്ചു തീർത്തു എന്നാണ്. ഇവയുടെ എണ്ണം കേട്ടാൽ പോലും നമ്മൾ ഞെട്ടിപ്പോവും. അമേരിക്ക തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത നിരവധി മിസൈലുകളുണ്ട്. പാട്രിയറ്റ്, ടോമഹോക്ക് തുടങ്ങിയ വളരെ മുന്തിയ ഇനത്തിൽപ്പെട്ട മിസൈലുകൾ. ആയിരക്കണക്കിന് കോടി ഡോളർ വില വരുന്ന ഈ ഇത്തരം മിസൈലുകളെല്ലാം തന്നെ ഇതിൻ്റെ ഭൂരിഭാഗവും ഇറാനിൽ കത്തിച്ച് കളഞ്ഞു എന്നാണ് ഇപ്പോൾ ഈ മാധ്യമം വെളിപ്പെടുത്തുന്നത്. 1200 പാട്രിയറ്റ് മിസൈലുകളും 1000-ഓളം വരുന്ന ടോമഹോക്ക് മിസൈലുകളുമാണ് ഇറാനിലേക്ക് ഇതിനോടകം തന്നെ അമേരിക്ക ഉപയോഗിച്ചത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, ഈ മിസൈലുകളെല്ലാം തന്നെ അമേരിക്ക ഉപയോഗിച്ചത് യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റു ചില ഏഷ്യൻ രാജ്യങ്ങളിലുമുള്ള അവരുടെ ശേഖരത്തിൽ നിന്നാണ്. ഈ ശേഖരം അവർ കരുതി വച്ചിരുന്നത് നാളെ ഒരു കാലത്ത് റഷ്യയോ ചൈനയോ അമേരിക്കയോട് ഏറ്റുമുട്ടാനെത്തിയാൽ അവരെ നേരിടുന്നതിന് വേണ്ടി ഒരുക്കി വച്ചിരുന്ന ഈ മിസൈലുകൾ മുഴുവനുമാണ് ഇത്തരത്തിൽ ഇറാനിൽ ഇവർ കത്തിച്ച് കളഞ്ഞിരിക്കുന്നത്. അമേരിക്കയുടെ ആയുധ ശേഖരത്തിൻ്റെ ഭൂരിഭാഗവും ഇതോടുകൂടി നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഈ നഷ്ടമായതിന് പകരമായി ഇനി മിസൈലുകൾ നിർമ്മിക്കാൻ എത്രയോ വർഷങ്ങളെടുക്കും എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതുവരെ ഉള്ള അമേരിക്കയുടെ സൈനിക ചെലവ് $28 ബില്യൺ മുതൽ $35 ബില്യൺ വരെ ആയി കാണും എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഓരോ ദിവസവും അമേരിക്ക ഈ യുദ്ധത്തിനായി ചെലവഴിച്ച തുക കേട്ടാൽ പോലും നമ്മൾ ഞെട്ടിപ്പോകും. ഓരോ ദിവസവും 8300 കോടി രൂപ, അതായത് ഇന്ത്യൻ കണക്കനുസരിച്ച് നോക്കുക 8300 കോടി രൂപയാണ് അമേരിക്ക ഈ യുദ്ധത്തിനായി ചെലവഴിച്ചത്. ലോകത്ത് ഒരുപക്ഷെ ഏറ്റവും അധികം ഡ്രോണുകൾ നിർമ്മിക്കുന്ന രാജ്യങ്ങളിലൊന്ന് ഇറാനായിരിക്കും. ഇവർ അമേരിക്കൻ സൈന്യത്തിന് നേരെയൊക്കെ തന്നെ പ്രയോഗിച്ചതും പലതും ഡ്രോണുകളായിരുന്നു. ഈ ഒരു ഡ്രോൺ നിർമ്മിക്കാൻ ഇറാന് വരുന്ന ചിലവ് ഏതാണ്ട് $30,000. പക്ഷേ ഇവ തകർക്കാനായി അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് ഒരു ഡ്രോൺ തകർക്കാൻ $40 ലക്ഷം ചിലവാക്കേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു ചിലവ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതാണ് പറയപ്പെടുന്നത്. പൈസ തികയുന്നില്ല എന്നാണ് അമേരിക്കയുടെ പ്രതിരോധ ഏജൻസിയായ പെൻറ്റഗൺ ഇപ്പോൾ പറയുന്നത്. അമേരിക്കൻ കോൺഗ്രസിനോട് കൂടുതൽ പണം അനുവദിക്കണം എന്നാണ് ഇപ്പോൾ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അമേരിക്കയുടെ ഏറ്റവും വലിയ ആയുധങ്ങളിലൊന്നായിരുന്നു അവരുടെ ദീർഘദൂര മിസൈലുകൾ. ഇത്തരത്തിലുള്ള ഏതാണ്ട് 1500-ഓളം മിസൈലുകൾ അവരുടെ കൈവശമുണ്ടായിരുന്നു. ഇതിൽ 1100 അവർ ഇറാനിലേക്ക് പ്രയോഗിച്ചു കഴിഞ്ഞു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് പറയുന്നത്. ചുരുക്കത്തിൽ ഈ ദീർഘദൂര മിസൈലുകൾ ഇനി കഷ്ടിച്ച് 400 മറ്റോ മാത്രമേ അമേരിക്കയുടെ കൈവശമുള്ളൂ. അമേരിക്കയുടെ ഏറ്റവും വലിയ ആയുധ ബലങ്ങളിലൊന്നായിരുന്നു ഈ മിസൈലുകൾ. എന്നാൽ ഈ മിസൈലുകളെല്ലാം തന്നെ ഫലം കണ്ടോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും ഫലം കണ്ടു എന്ന് പറയാനും കഴിയുകയില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അമേരിക്ക കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് പ്രതിരോധ രംഗത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ വേണം ന്യൂയോർക്ക് ടൈംസിൻ്റെ ഈ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരം മിസൈലുകൾക്ക് ഓരോന്നിനും $1.1 മില്യൺ വില. അമേരിക്കയുടെ അഭിമാനമായ ടോമഹോക്ക് ക്രൂയിസ് മിസൈലുകളുടെ ശേഖരത്തിലും വന്നിടിവുണ്ടായിട്ടുണ്ട്. $3.6 മില്യൺ ഈ ടോമഹോക്ക് ഓരോ മിസൈലിൻ്റെയും വില. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഫെബ്രുവരി 28 മുതൽ ഇന്ന് ഏപ്രിൽ 24 വരെയുള്ള കണക്ക് വെച്ച് നോക്കുമ്പോൾ അമേരിക്കയ്ക്ക് വലിയ തോതിലുള്ള തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ ഇസ്രായേലിന് പോലും ഇത്രയും നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഒരുപക്ഷെ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കും ട്രംപ് എങ്ങനെയെങ്കിലും ഇനി അങ്ങോട്ട് ഒത്തുതീർപ്പാക്കിയാൽ മതി എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. കാരണം നമ്മൾ വിചാരിക്കും പോലെയുള്ള ആയുധശേഷി നിലവിൽ അമേരിക്കയ്ക്കില്ല. മാത്രവുമല്ല അത്രത്തോളം പണവും അമേരിക്ക ചിലവാക്കിയിരിക്കുന്നു. എന്നിട്ട് ലക്ഷ്യം കണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അമേരിക്ക പോലെയുള്ള ലോക പോലീസ് എന്ന് നടിക്കുന്ന ഇത്രയും വലിയ സർവ്വസന്നാഹങ്ങളുള്ള ഒരു രാജ്യത്തിന് ഇറാനെ പോലുള്ള ഒരു രാജ്യത്തെ പൂർണ്ണമായും അവർക്ക് എന്തുകൊണ്ട് കീഴടക്കാൻ കഴിയുന്നില്ല എന്നുള്ള ചോദ്യവും ഇവിടെ വരുന്നുണ്ട്. ഇറാനാകട്ടെ അവരുടെ മിസൈൽ ശേഖരം അതിബൃഹത്തായതാണെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇറാൻ്റെ വ്യോമസേനയ്ക്ക് ശക്തി കുറവാണെങ്കിൽ പോലും അവർക്ക് എണ്ണിയാൽ തീരാത്തത്രയും മിസൈലുകൾ അവരുടെ കൈവശമുണ്ടായിരുന്നു. അതുതന്നെയാണ് അവർ വിവിധ ഘട്ടങ്ങളിൽ ഉപയോഗിച്ചത്. മാത്രമല്ല തോളിൽ നിന്ന് അയക്കാവുന്ന ചൈന കൊടുത്ത മിസൈൽ അവരുടെ കൈവശമുണ്ട്. ഇത് ഉപയോഗിച്ചാണ് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ അവർ വെടിവെച്ചിട്ടതെന്ന് പറയപ്പെടുന്നുണ്ട്. ഇറാന് വളരെ കുറഞ്ഞ ചെലവിൽ ശത്രുക്കളെ നേടാൻ കഴിയുമ്പോൾ അമേരിക്കയ്ക്ക് ഇപ്പോഴും വലിയ തോതിലുള്ള പണച്ചെലവിലൂടെ മാത്രമേ ശത്രുക്കളെ നേടാനാണെങ്കിലും പ്രതിരോധിക്കാനാണെങ്കിലും കഴിയുകയുള്ളൂ. അമേരിക്ക പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ പഴയകാല സമ്പ്രദായം അനുസരിച്ച്
ഏറ്റവും അധികം മിസൈലുകളാണ് നിർമ്മിക്കുന്നത്. ഇത് വലിയ പണച്ചെലവുള്ളതാണ്. പക്ഷേ ഇറാനെ പോലുള്ള രാജ്യങ്ങളാകട്ടെ പരമാവധി ഇപ്പോൾ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ശത്രുക്കളെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അമേരിക്കയും ഇനി ആ മേഖലയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് പല പ്രതിരോധ വിദഗ്ധന്മാരും ആവശ്യപ്പെടുന്നത്. അതല്ലാതെ ഇത്രയും കോടി രൂപ മുടക്കി ലക്ഷക്കണക്കിന് കോടി രൂപ പാഴാക്കി അവയെല്ലാം എരിച്ചു കളയുന്ന ഈ അമേരിക്കയുടെ നിലപാട് ഇത് വലിയ തോതിലുള്ള അബദ്ധത്തിലേക്ക് തന്നെ ചെന്നെത്തും എന്നാണ് പ്രതിരോധ മേഖലയിലെ വിദഗ്ധർ ഇപ്പോൾ വിമർശിക്കുന്നത്. എന്നാൽ അമേരിക്ക ആകട്ടെ ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസിൽ വന്ന ഈ വാർത്ത നിഷേധിക്കുകയാണ്. അമേരിക്കൻ സർക്കാർ പറയുന്നത് അങ്ങനെയൊന്നും അല്ല, തങ്ങൾക്ക് ഇപ്പോഴും വലിയ തോതിലുള്ള പ്രതിരോധ ശേഷി ഉണ്ട് എന്ന് തന്നെയാണ്. ഏതായാലും ഇത് റിപ്പോർട്ട് ചെയ്തത് ന്യൂയോർക്ക് ടൈംസ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ വിശ്വാസ്യത വളരെ വലുതാണ്. മറ്റേതെങ്കിലും രാജ്യത്തെ ഒരു മാധ്യമമാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നത് എങ്കിൽ അവർ അമേരിക്കയെ ചെറുതാക്കി കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്ന് കരുതേണ്ടി വരും. പക്ഷേ ഇത് അമേരിക്കയുടെ സ്വന്തം മാധ്യമം തന്നെയാണ് ഈ ഒരു ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ അമേരിക്കൻ ജനത നൽകിയ നികുതിപ്പണം ഇറാനിൽ കരിച്ചു കളയുകയാണ് മിസൈലിൻ്റെ രൂപത്തിൽ എന്ന് തന്നെ വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അനിശ്ചിതകാല വെടിനിർത്തൽ വരെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ഇറാനാകട്ടെ ഇപ്പോഴും നിന്ന് പയറ്റുകയാണ്. അവർ അമേരിക്കയെ നിരന്തരം വെല്ലുവിളിക്കുകയാണ്. പക്ഷേ എന്നിട്ടും അമേരിക്ക എന്തുകൊണ്ട് ഒരു ഒത്തുതീർപ്പിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ മികച്ച തെളിവായി മാറുകയാണ് ഈ അമേരിക്കൻ മാധ്യമത്തിൻ്റെ തന്നെ റിപ്പോർട്ട്.